വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വനിതകളെ ഒന്നാക്കി അപമാനിക്കുകയും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത തെന്നല പഞ്ചായത്തിലെ CPM ഏരിയ സെക്രട്ടറി സയ്യിദ് അലി മജീദിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്ന് വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കാരണം ഇങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ഒരു സ്ത്രീകൾക്കും ഒരു നീതിയും കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. പിന്നെ അതുപോലെ സ്ത്രീകളെ ഇങ്ങനെയാണ് അദ്ദേഹം കാണുന്നത് സ്ത്രീകൾ പുറത്തിറങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ആരാണ് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പറയുന്നത്. ഇവിടെ ഒരു മാർച്ച് 8-ന് നമ്മൾ രാത്രി 2 മണി മുതൽ നടന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. മാർച്ച് 8 വനിതാ ദിനം. നമ്മൾ അർദ്ധരാത്രിയിൽ ഇറങ്ങി സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാമെന്ന് പറയുന്ന ആ പാർട്ടിയുടെ അങ്ങനെ നമ്മളൊരു മാർച്ച് 8 വനിതാ ദിനം നമ്മൾ ആഘോഷിച്ചിരുന്നു. ആ പാർട്ടിയുടെ ആളുകളാണ് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടികളെ അവരുടെ മക്കൾക്ക് കിടപ്പറ പങ്കിടാനുള്ളതാണ് അല്ലെ? അങ്ങനെയാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അപ്പുറത്ത് അവർക്ക് മറ്റൊന്നുമില്ല, ഒരു സമൂഹത്തിനോടൊരു ബാധ്യതയില്ല, സമൂഹത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. നല്ല അഭ്യസ്തവിദ്യരായ ആളുകളാണ് കേരളത്തിലെ സഹോദരിമാര് എല്ലാവരും. കേരളം ഒന്നടക്കം അഭ്യസ്തവിദ്യരായ ആളുകളാണ്. അഭ്യസ്തവിദ്യരായ ആളുകൾ അവര് പലതരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയ, പ്രൊഫഷണൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം നേടിയ ആളുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരായ ആളുകളുണ്ട്. ഇതൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ഉപയോഗിച്ചിട്ട് അവര് ആ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലി ചെയ്യാൻ പോകുന്നില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ സ്ഥിതിയിലാണെങ്കിൽ അങ്ങനെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുട്ടികളും അതായത് ഇത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യം മാത്രമാണോ, അതോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മൊത്തം ഇങ്ങനെയാണോ? കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടികളെ എവിടെയും കൊണ്ടുപോവാതെ, അത് പ്രൊഫഷണൽ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ആരാണെങ്കിലും ശരി, എവിടെയും വിടാതെ അവിടെ തന്നെ നിർത്തുകയാണോ? ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോക്കൽ ബോഡിയിലേക്ക് മത്സരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുള്ള സ്ത്രീകളെ ഒന്നും ഇനി പുറത്തിറക്കില്ലേ? ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കുറച്ചു പേരെങ്കിലും വിജയിച്ചു വന്നിട്ടുണ്ടല്ലോ കേരളത്തിൽ. ഈ വിജയിച്ചു വന്ന ആളുകള് പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോക്കൽ ബോഡി മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ആ ഗവൺമെന്റിനോട് ആ പ്രാദേശിക ഗവൺമെന്റിൽ ഒരുപാട് ജോലിഭാരമുള്ള ആളുകളാണ്. അപ്പൊ അവിടേക്ക് വിജയിച്ചു വന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളൊന്നും തന്നെ ഇനി അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. മറുപടി പറയണ്ടേ? അവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് മറുപടി പറയണ്ടേ? ഇതിന് അവരുടെ നേതാക്കൾ മറുപടി പറയണം. അതായത് വിജയിച്ചു വന്ന ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനലിൽ വിജയിച്ചു വന്നിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങൾ ഇനി പഞ്ചായത്തിൽ പോവാതെ, അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാതെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണല്ലോ പഞ്ചായത്തിലേക്ക് വിജയിച്ചു വന്നിട്ടുണ്ടായിരിക്കുക, ലോക്കൽ ബോഡിയിലേക്ക് വിജയിച്ചു വന്നിട്ടുണ്ടായിരിക്കുക. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല, അല്ലെങ്കിൽ കുറെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ലെങ്കിലും പ്രതിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്തുകളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും ഉണ്ട് ഇവിടെ. അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനൽ വിജയിച്ചു വന്നിട്ടുള്ള പാർട്ടിയുടെ ആളുകളെ, സ്ത്രീകളെ എന്താണ് ഇവർ ചെയ്യുന്നത്? അവരിനി പൊതുരംഗത്തൊന്നും ഇറക്കാതെ വീട്ടിൽ തന്നെ നിർത്തുകയാണ്? അതോ അവർ പൊതുരംഗത്ത് ഇറക്കിയിട്ട് ആളുകൾക്ക് വേണ്ട സർവീസുകൾ ചെയ്തു കൊടുക്കുക? അങ്ങനെ നടത്തുന്ന സർവീസുകൾക്ക് എന്താണ് അവർ പേര് നിശ്ചയിക്കാൻ പോകുന്നത്? കാഴ്ചവെക്കുക എന്നാണോ? പൊതുജനങ്ങൾക്ക് നടത്തുന്ന, അതായത് സർക്കാരിന്റെ പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ്, CPMന്റെ ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോ അതിന് എന്താണ് CPM അർത്ഥമാക്കുന്നത്? പൊതുജനങ്ങളെ അവർക്ക് കാഴ്ചവെക്കുക എന്നാണോ, അല്ലെങ്കിൽ പരപുരുഷന്മാർക്ക് കാഴ്ചവെക്കുക എന്നാണോ? എന്താണ് അവർ അർത്ഥമാക്കുന്നത്? ഇത് CPMന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറയേണ്ട ഉത്തരവാദിത്വമാണ്. മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അതിനുണ്ട്. ഞങ്ങളുടെ ആവശ്യം, ഈ സയ്യിദ് അലി മജീദ് എന്ന് പറയുന്ന വ്യക്തി, ഏറ്റവും മോശമായ വാക്ക് പ്രയോഗിച്ചിട്ടുള്ള വ്യക്തി, അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലി ഈ കേരളത്തിലെ അല്ലെങ്കിൽ തെന്നല പഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധി ആകാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഈ വിജയിച്ചു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിജയത്തെ അസാധുവാക്കിക്കൊണ്ട് അവിടെ വേറെ തെരഞ്ഞെടുപ്പ് നടത്തണം. വാർത്താസമ്മേളനത്തിൽ വനിതാ ലീഗ് പ്രസിഡന്റ് KP ജൽസീമിയ, ജനറൽ സെക്രട്ടറി പുൽപ്പാടൻ സുഖീന, വൈസ് പ്രസിഡന്റുമാരായ റംല വാക്കിയത്ത, നസീബ അസീസ്, ട്രഷറർ യാസ്മിൻ അരിമ്പ്ര എന്നിവർ പങ്കെടുത്തു.
MTN ന്യൂസ് മലപ്പുറം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.